എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതായത് ജൂൺ 13-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ജൂൺ 17-ാം തീയതി വരെ നിങ്ങളുടെ അപേക്ഷയിലെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ഇതുപോലെയുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് kannur.university.ac.in/en/ എന്നാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ അഡ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലായിട്ട് തന്നെ FIUGP കോളേജസ് ആൻഡ് FIIMB, അതായത് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം എന്നുള്ളതാണ് FIIMB എന്ന് പറയുന്നത്. ഇതിൻ്റെ യോഗ്യതയും +2 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള പ്രോഗ്രാം ലിസ്റ്റ് എന്ന് പറഞ്ഞുള്ള അവിടെ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വ്യൂ പ്രീവിയസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതായത് അഡ്മിഷൻ 2025 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് 2024 അഡ്മിഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ബേസ്ഡ് ഓൺ 4th അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ഏത് പ്രോഗ്രാമാണ്, അതായത് ഏത് കോഴ്സിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതാണ് നോക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ താഴത്തേക്ക് അതായത് മുകളിലോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നത് കാണാൻ പറ്റുന്നതാണ്. അതായത് ഞാനിപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ കോളേജിൻ്റെയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡൽ പിടിച്ചതുകൊണ്ടാണ്. നിങ്ങൾ സാധാരണ ഫോൺ പിടിക്കുന്ന രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ പിടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് സ്ക്രോൾ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക്, അതായത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫോൺ സാധാരണ നമ്മൾ പിടിക്കുന്ന രീതിയിൽ, അതായത് പോർട്രേറ്റ് മോഡൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ലാൻഡ്സ്കേപ്പിൽ നോക്കുന്ന ഫോൺ പിടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജ് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഒരു BSc മാത്തമാറ്റിക്സ് ഹോണേഴ്സ് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കോളേജിലാണ്, അത് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ധർമ്മടം തലശ്ശേരിയിലാണ് ഈ ഒരു രീതിയിൽ, അതായത് മാത്തമാറ്റിക്സിൻ്റെ ഹോണേഴ്സ് കോഴ്സ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ജനറൽ കാറ്റഗറിയുടേത് EVA കാറ്റഗറി, മുസ്ലിം കാറ്റഗറി, OBH, അതുപോലെ തന്നെ EWS ഈ ഒരു വിഭാഗങ്ങളിലാണ് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ബാക്കിയുള്ളതിൽ പ്രത്യേകിച്ച് എവിടെയൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സുകളുടെ അറിയണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ BCA സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വിവിധ കോളേജുകളിൽ BCA ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കോളേജിൻ്റെ പേരും അതുപോലെ തന്നെ ആ ഒരു കോളേജിലെ ജനറൽ വിഭാഗത്തിൽ EVA മുസ്ലിം, അതുപോലെ തന്നെ OBH, SC, അതുപോലെ ST, EWS ഇതുപോലെ പല വിഭാഗത്തിലുമുള്ള റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പരിശോധിക്കുക എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം FIUGP പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 4 ഇയർ അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ 4 ഇയർ മാസ്റ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് FIUGP പ്രോഗ്രാംസ്, അതുപോലെ തന്നെ FIIMB പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. FIUGP എന്ന് പറഞ്ഞാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. അത് സാധാരണ ഒരു 4 വർഷത്തെ ആ ഒരു ഹോണേഴ്സ് ഡിഗ്രിയാണ്. അതുപോലെ തന്നെ FIIMB എന്ന് പറഞ്ഞാൽ 4 ഇയർ മാസ്റ്റർ പ്രോഗ്രാം എന്നാണ്. അതായത് 5 വർഷത്തെ കോഴ്സാണ് വരുന്നത്. അതായത് PG ഉൾപ്പെടെ 5 വർഷത്തെ ആ ഒരു മാസ്റ്റർ പ്രോഗ്രാമാണ് FIIMB എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതിലൊക്കെയാണ് അപേക്ഷിച്ചത് അതിൻ്റെ ആ ഒരു നിങ്ങളിപ്പോൾ FIUGP മാത്രമേ കൊടുത്തിട്ടുള്ളൂവെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ FIIMB കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ ഈ ഒരു ജൂൺ 17-ാം തീയതി വരെയാണ് നൽകാനായിട്ട് സാധിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ആ ഒരു കോഴ്സുകളാണ് ഈ ഒരു 4 ഇയർ കോഴ്സുകളായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു കോഴ്സിൻ്റെ അവിടെ ഒരു ഏറോ സിമ്പിൾ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി, ആ ഒരു കോഴ്സുകൾ ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര കോളേജിലുണ്ടോ അതനുസരിച്ച് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കൂടുതൽ കോഴ്സുകൾ ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് BA മലയാളമൊക്കെ കൂടുതൽ കോഴ്സുകൾ ഉണ്ടാവും. കൂടുതൽ കോഴ്സല്ല, കൂടുതൽ കോളേജുകളിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് വിവിധ കോളേജിൽ ഈ ഒരു കോഴ്സ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ 4 ഇയർ മാസ്റ്റർ പ്രോഗ്രാം ആണ്, അതായത് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാമിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി അത് ഏതൊക്കെ
കോളേജുകളിലാണ് ഉള്ളത് എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 4 ഇയർ ഇൻ്റർഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഇതിൽ കാണിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്, അതായത് തലശ്ശേരി പാലയാട് ക്യാമ്പസിലാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അത് എവിടെയാണ്, ഏത് സെൻറ്ററിലാണ്, യൂണിവേഴ്സിറ്റിയുടെ ഏത് സെൻറ്ററിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇതിൽ കൊടുത്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു FI UGPയുടെ പ്രോഗ്രാംസിൻ്റെ അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ FI UGP പ്രോഗ്രാംസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് വരിക. ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്, അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 17-ാം തീയതി വരെ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ ഫീസില്ലാതെ തന്നെ തിരുത്താവുന്നതാണ്. അതിനുശേഷം തിരുത്തലുകൾക്ക് ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾക്ക് ഒരു admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഈ ഒരു അപേക്ഷകൾ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ FY IMB 5 വർഷ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ പ്രവേശനം ലഭിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു 3 വർഷം പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ 4 വർഷം പൂർത്തിയാകുമ്പോഴോ TC അതായത് വിടുതൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അവർ നേടിയ ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഹോണേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെയുള്ള ബിരുദങ്ങൾ ലഭിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് ഈ ഒരു ഇവിടെ ലിങ്ക് കാണാൻ പറ്റും, ഹോം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക. അതിൽ ഇവിടെ കുറച്ച് അക്കങ്ങൾ കാണാം, അതായത് ഇവിടെ സൈഡിലായിട്ട് അവിടെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് അവിടെ നിങ്ങൾ എന്താണോ കാണുന്നത് അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. അതായത് ഒരു ജൂൺ 17-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് എഡിറ്റ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുക ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ പിന്നീട് അഡ്മിഷനായിട്ടുള്ള അതായത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ട്രയലിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന് നോക്കുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ ജൂൺ 17-ാം തീയതിക്കുള്ളിൽ എഡിറ്റ് ചെയ്യുക. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടക്കേണ്ടത്. അത് സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സീറ്റ് കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.